എൻ്റെ മോനെ ഇന്ന് ആക്ച്വലി നമ്മൾ ഇതുപോലത്തെ എലിവാണങ്ങൾ ഏകദേശം കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാം കൂടിയിട്ട് നമ്മൾ 1200 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. 1200 രൂപയുടെ സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ചിട്ട് വിടാൻ പോവാണ്. സൈക്കിള് എത്രത്തോളം മുന്നോട്ട് പോവും അതിൻ്റെ പവർ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചധികം എലിവാണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു എക്സ്പെരിമെൻ്റൽ അടിപൊളി വീഡിയോ ആണ് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യട്ടോ. ആദ്യം നമുക്ക് പടക്കം എലിവാണം വാങ്ങാൻ വേണ്ടി പോവാട്ടാ. നമുക്ക് ഇവിടെ നിന്ന് പടക്കം വാങ്ങാട്ടാ. ഇവിടെ നിന്നാണ് നമ്മൾ അനിയനും എല്ലാം സാധനം പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പടക്കം വാങ്ങണം. ഇവിടെ ആരും കാണാനില്ലല്ലോ. പടക്കം ആള് വരണുള്ളൂ. ചേട്ടാ എലിവാണം ഉണ്ടാവോ? അത് വേണം. അത് എത്ര വരണ റേറ്റ്? 10, 15, 20, 25. നമുക്ക് മേലെ പോണത് മതി. പൊട്ടാത്തത് വേണം. വിസിലടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, മേലെ പോയാൽ മതി. മേലെ പോണതാ ഏറ്റവും ഇതിൻ്റെ എടുത്തോ. പൊട്ടാത്തത് നമുക്ക് പൊട്ടാത്തത് വേണട്ടോ. കാരണം നേരെ വിടണം, മേലേക്ക് വിടാനുള്ളതല്ല, നേരെ വിടണേ. ഗോണ ബി എ ഫൺ എക്സ്പെരിമെന്റ് വീഡിയോ ഗൈസ്. എനിക്കതാ തോന്നണേട്ടാ. അറിയില്ല, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. എനിക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ടും വേണം. താഴെ കമൻറ്റ് ചെയ്യട്ടെ നിങ്ങളുടെ അഭിപ്രായം. എങ്ങനെ വെക്കുന്നതാണ് ആലോചിക്കണത്. ഇത് 10ൻ്റെ അല്ലേ വിസിലടിച്ച് പോണത്. അത്യാവശ്യത്തിന് മേലേക്ക് പൊക്കോളൂ അല്ലേ. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി പറഞ്ഞ എടുത്ത് കാട്ടി തരുമോ? ഇതാണ് ടോപ്പ് ക്വാളിറ്റി അല്ലേ. ഇത് മേലെ പോയി പൊട്ടും വിരിയും, കൊട വരും അല്ലേ. പൊട്ടി വിരിയണ സാധനമാണ് ഇത് വേണ്ടത് കേട്ടോ. പക്ഷെ നമുക്ക് ഇത് വേണ്ട. ഇത് വിസിലടിക്കണത്. ഇത് നമുക്കൊരു 5 പാക്കറ്റ് എടുത്തോ. ഇത് ഇങ്ങനെയാണ് വെച്ച് വിടണത് കേട്ടോ. കുപ്പിയിൽ വെച്ചിട്ട് ഓപ്പൺ ഗ്രൗണ്ട് ബിൽഡിങ് ഇൻ 20 മീറ്ററാണോ പോയത്? 20 മീറ്ററാണ് പോകട്ടെ. അത്ര പവർ ഉണ്ടാവും ഇതിന്. ഇതാണ് സാധനം വരണത്. ഇത് ഒരു 5 പെട്ടി എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം ഗൈസ്. നമ്മൾ വീട്ടിലെത്തി. അതിനെക്കാട്ടും മുന്നൊരു സംഭവം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതവിടെയാണ് കിടക്കുന്നത് കേട്ടോ. ആ സാധനം കണ്ട ആ അറ്റത്ത്, അതാണ് നമ്മുടെ എലിവാണം കിടക്കുന്നത് കേട്ടോ. നേരത്തെ പോയി വീണത്. അത് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഞാൻ ഒന്നുകൂടി സൂം ചെയ്യാം. അവിടെ ഈ മരല്ലേ, ഈ മരത്തുമ്മ വെച്ചിട്ട് വിടാനാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. എടാ നിനക്ക് എന്താ ഐഡിയ ഉള്ളത്? ഈ സാധനം എന്താ, ഇത്രയും എലിവാണാണ് നമ്മൾ വെച്ച് വിടാൻ പോണത് കേട്ടോ. ഇത്രയും എലിവാണം. സോ ഇതാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെ വിടും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കേട്ടോ. എങ്ങനെയാണ് ഈ സാധനം പോകേണ്ടത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞോണം ഓരോന്ന് ഇങ്ങനെ വെച്ച് പോവാനാണ്. അപ്പോൾ ഇത് സൈക്കിൾ മൂവ് ചെയ്യുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇത് പൊട്ടി പോകരുത്. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ തുമ്പത്ത് ഡീസലിൻ്റെ ഇത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കത്തിക്കോളല്ലോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ എന്തായാലും അങ്ങനെ തന്നെ പോകാമല്ലോ. മുന്നോട്ട് കെട്ടി വയ്ക്കാം. എല്ലാം ഈ 2 തുമ്പ് 3-4 തുമ്പ് അടുപ്പിച്ച് കെട്ടാടാ. ഇത് ഒരേ ലെവലാ. ഈ സാധനം കണ്ട ഒരേ ലെവലാ, ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു കെട്ട്, ഇവിടെ ഒരു കെട്ട്, ഇവിടെ ഒരു കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ തന്നെ സ്റ്റേബിളായിട്ട് ഇരുന്നോളും. സെറ്റല്ല? അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ സെറ്റ് കഴിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാട്ടാ. ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. എന്താകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എപ്പോഴും നോക്കി നോക്കാം. എന്തായാലും പറമ്പിൽ എന്തായാലും ഒന്നും പറ്റില്ല. പറമ്പിലൊന്നും പോവില്ല. കാരണം ഒക്കെ സെക്യൂർ ആയിട്ടുള്ള സ്ഥലത്താണ്. സംഭവം സേഫാണ്. പക്ഷെ സൈക്കിൾ മൂവ് ചെയ്യോ ഇല്ലേന്നാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് കെട്ടി തുടങ്ങാൻ കേട്ടോ. അവസാനം കേട്ടോ ഇത്രയും പേരുത്ത്. വരുന്നത് കേട്ടോ. ഈ സാധനം നമ്മൾ എവിടെ വെക്കണേ? സൈക്കിളിന്റെ ബാക്കിൽ വെക്കൂട്ടെ. വെച്ച് കാട്ടി കൊടുത്ത് തിരിച്ച് വെക്കി. അല്ലല്ല മറ്റോണം വെക്കി. ഇത് വെക്കി. ഹാൻഡിൽ നമ്മൾ ടൈറ്റ് ചെയ്യണം കേട്ടോ. ഹാൻഡിൽ നമ്മൾ ഇത് ടൈറ്റ് ചെയ്യാണ്ട് അതുപോലെ വെക്കും. അതുപോലെ വെച്ചിട്ട് സൈക്കിള് നേരെ വിടണം. പോവല്ലേ? എന്തായാലും ഉറപ്പല്ല. ഇല്ലടാ, ഈ സാധനം നമുക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ വെച്ചിട്ട് വിട്ടു നോക്കണം കേട്ടാ. അത് അവിടെ വെച്ച് അല്ല, തിരി എവിടെയാ? ഇവിടെ തിരിയുണ്ട്. അപ്പൊ തിരി എങ്ങനെയൊക്കെ ചെയ്യാൻ പോണ? തിരി നമുക്കിത് ഇവിടെ നിന്ന് ഒരു ലൈൻ, ഒരു ചാക്കുചാരുടെ വല്ലതും ഇതിൽ മുക്കാം. നമ്മുടെ ഡീസലിന് മുക്കാം. ഡീസലിന് മുക്കിയാ പോരെ? ഡീസലിന് മുക്കിയിട്ട് എടാ ഡീസലിന് മുക്കിയിട്ട് ഒരെണ്ണം ഒരു ഞാനിങ്ങനെ വെക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് കത്തിപ്പോവില്ലേ? ഏത്? ആ പെട്ടെന്ന് കത്തും. അതിൻ്റെ ഒപ്പം ചിരടും ഉണ്ടല്ലോ.
രണ്ടും കൂടി ഒരുമിച്ചല്ലേ കത്താ? അത് കുറച്ച് ടൈം കിട്ടില്ലേ? ഇതിവിടെ നിന്ന് അങ്ങോട്ട് ഒരു ചരട് ഡീസലിൽ മുക്കിയിട്ട് കത്തിച്ച് നോക്കിയില്ല, കത്തിച്ച് നോക്കി നോക്കണം. ഡീസൽ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളാ കഴുകാൻ വേണ്ടി വാങ്ങിയത് വില്യം ചേണ്ടേന്ന്. അതൊരു ചരടിൽ മുക്കിയിട്ട് നമുക്ക് ഈ സാധനം കത്തിച്ച് നോക്കി നോക്കാം. ഇവിടെ കത്തിക്കാം. എന്താ ഇവിടെ വെച്ചിട്ട് കത്തിച്ച് നോക്കി നോക്കാം കേട്ടോ, തണലത്ത്. അപ്പൊ അങ്ങോട്ട് പോയാലും ഇനിയും വിടണ നേരെ വിട്. കത്തിയിട്ടില്ല വേണ്ട, കത്തിക്ക്. പോയില്ല, അവിടെ കിടന്നോളൂ, നിലത്ത് കിടന്നോളൂ. അതുപോലെ ആയിരിക്കും സൗണ്ട്, കീ എന്ന് പറഞ്ഞുള്ള സൗണ്ട് ഉണ്ടാവും. മനസ്സിലായി? ഓക്കെ. അപ്പൊ ഈ സാധനം ഡീസൽ എടുക്കാം. ഡീസൽ ഞാൻ കാട്ടിത്തരാം. ഡീസൽ വരുന്നത് ഈ സാധനം തുറന്നിട്ട് ഒരു കയറിട്ട് മുക്കുക ഇതില്. അതല്ല, ആ ചാക്ക് കയറിന്റെ കയറ്, ആ കയറെടുക്ക്. അതിന്റെ പിരി ഓരോന്നോരോന്നൂര്. എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് മുക്കിയിട്ട് അതുമ്മ നേരെ വെച്ചിട്ട് കത്തിച്ചു വിടാം. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് കത്തും. ഓക്കെ, നോക്കി നോക്കാം. ഏത്? അത് കെട്ട് കമ്പി കൊണ്ട് കെട്ടാടാ. ജസ്റ്റ് ഒരു സപ്പോർട്ടിന് ഇത് പിടിച്ചേ. ഇതാ ഇങ്ങനെ ഇങ്ങനത്തെ വല്ല കമ്പി വെച്ചിട്ടേ അത് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് ഇരുന്നാ പോരെ. ഈ കമ്പി കൊണ്ട് അങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കില്ലേ അത്. ഇതാ ഇത് ഇവിടെ വെച്ചിട്ട് എങ്ങാനും കെട്ടിയാൽ മതി കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരണേ. ഗൈസ്, നമ്മൾ കയർ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടാ. ഇത് ഭയങ്കര ടൈറ്റാണ്, സ്പാനർ കൊണ്ട് ടൈറ്റ് ആവണില്ല കേട്ടോ. അപ്പോൾ കയർ വെച്ച് നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ബാക്കിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടില്ല, ഫുള്ള് ടൈറ്റായിട്ട് ഇരിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആടാണ്ട് ഇതും നമുക്ക് ഇവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, സാധനം അങ്ങോട്ട് പോവില്ല. ഇൻ കേസ് വണ്ടി മൂവ് ആവുകയാണെങ്കിൽ മൂവ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ആകെ നമ്മൾ 50 എണ്ണം വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീസലിൽ നമ്മൾ മുക്കി ഇത് ഡീസലിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഡീസലിൽ ഭയങ്കര കുറവാണ് കത്തി പിടിക്കണതേ. ഇതേ നമ്മൾ അവിടെ ഇട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയും ഇവിടെയും കത്തിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ കണ്ട കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബൈക്കിൽ നിന്ന് കുറച്ച് പെട്രോൾ ഊറ്റിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എടാ, പെട്രോളാണ് നീ പറയണതല്ല കത്താൻ കൂടുതൽ ഡീസലിനെക്കാട്ടും. നോക്കിയാ നീ എന്നിട്ട് പറയണ എന്നാ തുറക്ക് പെട്രോൾ ഊറ്റെന്നാ. ഇതിൻ്റെ ഉള്ളിൽ പെട്രോൾ ഉണ്ട്. അല്ലല്ല, എടാ ഇതെന്നിട്ടാ വെള്ളല്ലേ ആവിയായിട്ട് പോയില്ലേ നീ വലിച്ചേ? പെട്രോൾ അടിച്ച കുഴപ്പമില്ലടാ, നല്ലതാ. അങ്ങനെയല്ല, നിലത്തിരുന്ന് വലിക്ക്. വെറുതെ വലിച്ചിട്ട് നീ കുടിക്കണ്ടത്, കുടിക്കണ്ട. നിക്ക്, ഇതിലേക്കാണ് വെക്കണട്ടാ. കുടിച്ചാലോ? കുടിച്ചാ കുഴപ്പമൊന്നുമില്ല. മതി അത് വലിക്ക മണ്ട. മതി ഇല്ലില്ല. എടാ 100 രൂപ പെട്രോൾ ഉണ്ടോ? പണ്ടാ കൈ നീറടാ. 50 രൂപ മതി. വായിലേക്ക് പോയാ പെട്രോൾ മണം നോട്ടെ. ഇത് പല്ലാക്കാത്തോട്ടെ മണാന്ന്. തീ വായല് തീയിട്ട് നോക്കി നോക്കാന്ന്. എന്നാ പിടിച്ചേ നോക്കട്ടെ. പെട്രോള് സീൻ കഴിച്ച് കൈമ ഫുള്ള് പെട്രോൾ ആയിട്ടാ. 100 പെട്രോൾ എടുത്ത് എടാ ഉണങ്ങിയിടത്. ഈ സാധനം ഉണങ്ങി കൈമത്തെ. വാ, പെട്രോൾ എങ്ങനെ കഴുകി കളയാ കൈമന്ന്? മണ്ണെണ്ണയും പെട്രോളും സീൻ കഴിച്ച് പൊള്ളിന് ചൂടുണ്ട് കേട്ടോ. പെട്രോളും ചൂടുണ്ട് കഴിച്ച്. തൽക്കാലം ചൂടുവെള്ളം പണ്ടോ. ഓ ചൂടുവെള്ളം കഴിച്ച് എന്നിട്ടുള്ളിൽ ചൂടുവെള്ളം കേട്ടാ. എടാ കയ്യൊക്കെ കത്തിപ്പോവും, കയ്യൊക്കെ കത്തിപ്പോവും. ഒരു കാര്യം ചെയ്യും, നീ കയറിട്ടിട്ട് ഇതിലേക്ക് മുക്ക്, എന്നിട്ട് കത്തോ നോക്ക്. അത് ചാക്ക് ചരട് കിടക്കണ്. എന്തേ ഈ ചരട്
വേറെ വലിയ ചേട്ടൻ അല്ലെങ്കിൽ ഇതിന്ന് അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് കത്തിച്ചേരടാ. ആ കത്തണാൻ്റെ സ്പീഡ് നോക്കി നോക്കാം, ട്രയൽ നോക്കി നോക്കാം. നമ്മൾ നേരത്തെ ട്രയൽ നോക്കി നോക്കിയിട്ടാ, ഇതിവിടെ കത്തിച്ചിട്ട് ഇട്ട് നോക്കി. അപ്പോൾ ആദ്യം ട്രയൽ ചെയ്തിട്ടാണ് അവസാനം നമ്മൾ ട്രൈ ചെയ്യണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് വെച്ചിട്ടാണ് കത്തിക്കണത്. നിനക്ക് പെട്രോള് ഇതിലേക്ക് മുക്ക് കുറച്ച്, എന്നിട്ട് കത്തിച്ച് നോക്കി നോക്ക് സ്പീഡ് അറിയാൻ. ഈ തുമ്പത്തുനിന്ന് കത്തിക്ക്, ഈ തുമ്പത്തുനിന്ന് കത്തിച്ച് നോക്കിയ എത്ര സ്പീഡിലാണ് കത്താൻ നോക്കി നോക്കാം. ആ നീ ആടാ സെറ്റല്ലേ ഇവന്റെ ഐഡിയ ഗൈസ്. എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു എടാ പെട്രോളിനെക്കാട്ടും സ്പീഡ് ഡീസലിനെക്കാട്ടും സ്പീഡ് ഇതാണ് കേട്ടാ. പെട്ടെന്ന് എത്തിയില്ലേ, പൊളിച്ച്. ഡീസലാന്ന് വിചാരിച്ചിരിക്കായിരുന്നു കേട്ടാ. അയ്യോ എല്ലാം കൂടി പോകും. അപ്പൊ അവിടെ കത്തിക്കാൻ ഇട്ടുണ്ട് കേട്ടാ. സോ സക്സസ്. ഇനി നമുക്ക് അങ്ങനെ കൊണ്ടുപോയിക്കാം, നമ്മുടെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയിക്കാം, അവിടെ കൊണ്ടുപോയിക്കാം. സെറ്റ് കഴിച്ച് ഇത് അനങ്ങാണ്ട് കൊണ്ടുപോകണം കേട്ടാ, അനങ്ങാണ്ട് സാധനം കൊണ്ടുപോകണം. സോ ഗൈസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് സാധനം പെട്രോളിൽ മുക്കിയ കയറ് നമ്മൾ എടുക്കാട്ടാ. ആ തുമ്പത്ത് കുറച്ചുകൂടി ഏത് ഏതിന്റെ ലൈനായിട്ട് വെച്ചാ പോരെ? ആ നമുക്ക് ഇതിങ്ങനെ വെക്കാം, സ്ട്രെയിറ്റ് ആയിട്ട്. ഇതാ ഇങ്ങനെ വെച്ചാ പോരെ, സ്ട്രെയിറ്റ് ആയിട്ട്. ഇതാ ഇത് പോരെ? കറക്റ്റ് ആ രീതിയിൽ വെച്ചോ. ഏത് ക്യാമറ നോക്കിട്ടോ ഇത് കട്ടിയുടെ ഷോർട്ട് കട്ടി മൂക്ക് ചെയ്യുന്ന സൗണ്ടൊക്കെ വരും ഇതില്. എന്താ ഇങ്ങനെ ഓരോ തിരിയും പോരെ, ഓരോ തിരി അതിന്റെ മേലേക്ക് താഴ്ത്തായിട്ട് അതിപ്പോ ഒരു ഒന്നരാടം വെച്ചിട്ട് ഗ്യാപ്പിട്ടാലും മതി, സീനില്ല. ചെറിയൊരു ടച്ചിങ് എല്ലായിടത്തും കണക്ഷൻ കൊടുക്കാം. ഇനി എവിടെയാണ് ടച്ചിങ് വരാത്ത ഇതിവിടെയും വന്നിട്ടില്ല അതുകൊണ്ട്. ഓക്കെ നീ എന്തെങ്കിലും നോക്കണ്ട, ഫ്രെയിമിൽ നോക്കണ്ട. പെട്രോൾ സെറ്റല്ലേ? പെട്രോൾ ഒഴിച്ചതല്ലേ? നീ കുറച്ച് ഇത് വേണമെങ്കിൽ കൊടുക്കണ, ഇതിന്റെ മേലൊന്ന് വെതറണ. അത് ഇതാവുമ്പല്ലേ കുതിരാൻ പാടില്ലേ? ഏത് ഒന്നും കത്താണത് അല്ല, കുതിരാണ്ടിരിക്കാൻ നോക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഡീസലിന്റെ ഇത് കൊണ്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം ഇവിടെ. വേണ്ട ഒന്നും വേണ്ട. അപ്പൊ തീ കൊടുത്താലോ? തീ കൊടുക്കാം, തീ കൊടുക്കാൻ പോവാണ്. ഒരു 10,000 ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു 10,000 ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു 1000 എണ്ണം വെച്ച് ചെയ്യാം നമുക്ക്. എന്താ അഭിപ്രായം? ഒരു 10,000 ലൈക്ക് ഇപ്പൊ തന്നെ 10,000 ലൈക്ക് കിട്ടാം. 10,000 ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ സൈക്കിൾ മൂവ് ചെയ്യാൻ എത്ര എണ്ണം വേണ്ടി വരും ഗസ് ഉണ്ടോ? ഒരു 1000 എണ്ണം വെച്ചാൽ മൂവ് ആവോ? 1000 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പെന്തായാലും. അപ്പോൾ 10,000 ലൈക്ക് കിട്ടും. ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അത്രയും ലൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈക്കിൾ മൂവ് ആക്കും എന്തായാലും കേട്ടോ. ഇതിപ്പോൾ മൂവ് ആവുമെന്ന് നമുക്ക് ഡൗട്ടായിട്ട് ഇരിക്കണേ. സെറ്റല്ലേ? തീ കൊടുക്കാം. വോയിസ് നമ്മളങ്ങനെ ആ ധന്യമായ മുഹൂർത്തത്തിലേക്ക് പോവുകയാണ് കേട്ടാ. കത്തി പിടിക്കണ്ട നടുക്കീന്ന്. ഓക്കെ 3 സൈഡിൽ നിന്ന് തീ കൊടുത്തിട്ടുണ്ട്.
കത്തി പിടിക്കണ്ട നടുക്കിന്ന് കത്തിക്കണ്ടായിരുന്നോ? നടുക്കിന്ന് കത്തിക്ക് നടുക്കിന്ന്. ഓക്കെ, 3 സൈഡിൽ നിന്ന് തീ കൊടുത്തിട്ടുണ്ട്. എടാ എല്ലാവരും വെച്ച് കത്തിയടാ, എല്ലാവരും വെച്ച് കത്തി. നീ വിചാരിച്ചാ എല്ലാവരും വെച്ച് കത്തി? വണ്ടി അനങ്ങിയില്ല കേട്ടോ ഭാഗ്യത്തിന്, വണ്ടി അനങ്ങിയില്ല. എന്റെ മോനെ നീ വിചാരിച്ചാ സാധനം കത്തുന്നത്? പെട്രോൾ ഒഴിച്ചു പോവല്ല. ഇതിന് കിട്ടിണ്ടാ? ഇതിന് കിട്ടിണ്ടാ? നിനക്ക് എന്നിട്ട് പറയാനുള്ള നീങ്ങിയില്ലേ? കുറച്ച് നീങ്ങിയില്ലേ? കുറച്ചെടുത്ത് ഉണ്ടങ്ങാനും നീങ്ങിയാലായി. സാധനം ഫുള്ള് കത്തിയടാ. അതിന്റെ ഡാർക്ക് ഇത് കണ്ട ഫുള്ള്. ഞാൻ പേടിച്ചു പോയി കത്തിയിട്ട്. ഫുട്ടേജ് ഉണ്ട് സീൻ. എന്റെ മോനെ ഒട്ടും പ്രതീക്ഷയില്ലാടാ. സാധനം ഫുള്ളായിട്ട് കത്തുന്നു, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഏത് എനിക്കാണ് നീക്കാൻ പറ്റുണ്ടായിരുന്നില്ലേ? ചൂടുണ്ട് ഇവിടെ, ചൂടുണ്ട് ഇവിടെ സീൻ. എന്നാലും ആ ഒരു പ്രാന്തിന് വിരാമമായിട്ടാ ഏകദേശം ഒരു സെറ്റായി. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എടാ വേറെ എവിടെയെങ്കിലും കീറിയിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും ഡാമേജ് പറ്റിയത്? സീറ്റ് ആയിണ്ടല്ലേ? സീറ്റ് ഉരുക്കിണ്ട്. ഏതാ ഇത്? പ്ലാസ്റ്റിക്കിൻ്റെ ഉരുക്കിയിട്ടില്ല. എടാ പക്ഷെ നീ വിചാരിച്ചാ നീ അല്ലേ ഫുള്ള് കത്തുന്ന നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാധനം ഫുള്ള് കത്തി, എല്ലാം ഒരുമിച്ച് ഒരേ ലെവലിൽ തന്നെ ഒരു ബുമ്മിൽ അങ്ങോട്ട് കത്തിയത്. ഒരു ബുമ്മിൽ തന്നെ സാധനം കത്തി. പക്ഷെ വണ്ടി അനങ്ങിയില്ല, അതിനുള്ള പവർ പോരാ. പക്ഷെ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അത്. അല്ല ഭയങ്കര ചെവി. നിന്റെ ചെവിക്ക് എന്നിട്ടാ മൂളിച്ചാ? ചെവി മൂളി, സൈഡ് മൂളിയാ? ആ സൈഡല്ലേ സീൻ ഗൈസ്. എന്തായാലും സംഭവം അടിപൊളിയായിട്ട് ഫെയിലായി. പക്ഷെ ഒരു ഭാഗ്യം ഉണ്ടായി, എല്ലാം കൂടി കത്തി. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കൂടി ഒരുമിച്ച് കത്തി, പക്ഷെ സൈക്കിൾ നീങ്ങായില്ല. അത് ഞങ്ങൾക്കും നേരത്തെ 70-30 എന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അതാ സംഭവമായിരുന്നു കേട്ടോ. 30% നീങ്ങി കഴിഞ്ഞാൽ നീങ്ങി, അല്ലെങ്കിൽ കത്തില്ല. പക്ഷെ ഇത്ര വെയിറ്റ് ഉള്ള സാധനം ആണ്. പക്ഷെ ചാൻസ് കൂടുതലാ. 10% വയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എവിടെ? ആ ഇറക്കത്തില്ല. ഈ ഇറക്കത്തെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്തെങ്കിലും ഒരു പുഷ് കിട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് പൊക്കുകയാണ്. പക്ഷെ സംഭവം എല്ലാം കത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കൂടുതൽ ഇത് ചെയ്യാം. കൂടുതൽ എണ്ണം ഫുള്ള് സെറ്റ് ചെയ്തിട്ടേ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ചുകൂടി അറേഞ്ച് ചെയ്തിട്ടേ ലാർജ് സ്കെയിലില് കുറച്ചും കൂടി വേണമെങ്കിൽ ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് കത്തുന്നു മനസ്സിലായി. പെട്രോളെല്ലാം മുക്കിയിട്ട് സാധനം എന്തായാലും അടിപൊളിയായിട്ടാ. ഒട്ടും പ്രതീക്ഷയില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഫുള്ള് കത്തിയപ്പോൾ എനിക്ക് പകുതി സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇത് നമ്മൾ വെച്ച് തോർത്തല്ലേ? തോർത്താണ്. ഒന്നും തെറിച്ച് പോയില്ല. തെറിച്ച് പോയില്ല. നമ്മൾ തെറിച്ച് പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എല്ലാം വെച്ചോടെ തന്നെ വന്ന് കത്തിയത്. അത് ഭയങ്കര ഒരു ഇതായി പോയി. നോക്കി സാധനം കിടക്കണം, നോക്കി എല്ലാം ടൈറ്റ് ആയിട്ട് ഇരുന്നു. നമ്മൾ ആ ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര നേരം സ്പെൻഡ് ചെയ്ത് തന്നെ. കുറച്ചധികം 2 മണിക്കൂർ നിന്നു അല്ലേ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുമേ 2 മണിക്കൂർ എങ്ങനെ പോയാലും നിന്നിട്ടുണ്ട് ഈ സാധനം ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, അപ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ കേട്ടോ. എനിക്ക് പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ സൈക്കിളും കാര്യങ്ങളെല്ലാം ഒത്തു വരുന്നതാണ് സംഭവം. ചെറിയ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയിച്ചു. നമ്മൾ ചില കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൃത്യമായിട്ട് നടന്നു കേട്ടോ. പക്ഷേ സൈക്കിൾ അങ്ങോട്ട് മൂവ് ചെയ്തില്ല. പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്സിമം സാധനങ്ങൾ കുത്തി നിറച്ച് എത്ര എണ്ണം? 1000 എണ്ണം, 1000 എണ്ണം, 2000 എത്ര എണ്ണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇത് വെച്ചിട്ട് നമ്മളത് 10,000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നമ്മൾ മൂവ് ചെയ്യിക്കാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയാണ്. ബൈ.